മോർണിംഗ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ ഗ്രിഗർ ജോൺ മെൻഡലുമായി ബന്ധപ്പെട്ട 2-3 ക്രോസുകളും എക്സ്പെരിമെൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻഡൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്രോസാണ്. ക്രോസിൻ്റെ പേര് ടെസ്റ്റ് ക്രോസ്. പേരിന് തന്നെ മീനിങ് ഉണ്ട്. എന്താ ടെസ്റ്റ് ക്രോസ്? ഒരു ഹൈബ്രിഡ് ഓർഗാനിസത്തെ നമ്മൾ റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന മെക്കാനിസമാണ് ടെസ്റ്റ് ക്രോസ്. അതായത് ഒരു ഡോമിനൻ്റ് ഫീനോടൈപ്പുള്ള ഓർഗാനിസത്തെ ഒരു കംപ്ലീറ്റ് റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസിങ്ങിന് വിധേയമാക്കുന്ന മെക്കാനിസമാണ് ടെസ്റ്റ് ക്രോസ് മെക്കാനിസം. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസിലേക്ക് നമ്മൾ കയറേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞേ? ജനറ്റിക്കലി അൺനോൺ പേരൻറ്റിനെ, അതായത് ജനറ്റിക് സീക്വൻസ് അറിയാതെ അലീലിക് സീക്വൻസ് അറിയാത്ത ഒരു പേരൻറ്റിനെ ഫുള്ളി റെസസീവായിട്ടുള്ള ഒരു പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന മെക്കാനിസമാണ് ടെസ്റ്റ് ക്രോസ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഒരു ടെസ്റ്റ് ക്രോസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ത്? നമ്മൾ ഈ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണല്ലോ, മെൻഡലിൻ്റെ 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ് ടാൾ. നമുക്ക് ടാൾ എന്നൊരു പൊക്കം കൂടിയ പ്ലാനിനെ കിട്ടി. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. ടാൾ എന്ന പ്ലാനിനെ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അലയിലേക്ക് ജീൻ എക്സ്പ്രഷൻ നമുക്ക്, ജനറ്റിക് എക്സ്പ്രഷൻ അഥവാ ജീനോടൈപ്പ് നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയൊക്കെയാ? ഒന്ന്, ടാളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ടി എന്ന് യൂസ് ചെയ്യാം, ഇല്ലേ? അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതാ. സോ ടാൾ എന്ന പ്ലാനിനെ ക്യാപിറ്റൽ ടി എന്ന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു, ടാളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി അലീലിക് സീക്വൻസുകൾ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഹോമോസൈഗസ് കണ്ടീഷൻ. ഓക്കെ, മറിച്ച് ടാളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അലീലിക് സീക്വൻസുകൾ ക്യാപിറ്റൽ ടി സ്മാൾ ടി ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. നമ്മൾ പറഞ്ഞതാണ്, ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് കണ്ടീഷനും ക്യാപിറ്റൽ ടി സ്മാൾ ടി ഹെട്രോസൈഗസ് കണ്ടീഷനുമാണ്. ഇപ്പം നമുക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ, അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ക്രോസ് ഉപയോഗിക്കുന്നത്? ടെസ്റ്റ് ക്രോസ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. അതാണ് ഞാൻ പറഞ്ഞേ, ഒരു ജനറ്റിക്കലി അൺനോൺ ഓർഗാനിസത്തെ ഒരു ഫുള്ളി റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന മെക്കാനിസമാണ് ടെസ്റ്റ് ക്രോസ് മെക്കാനിസം. ആ ടെസ്റ്റ് ക്രോസ് മെക്കാനിസം ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ നടപ്പാക്കി കഴിയുമ്പോഴത്തേനും, ആ കിട്ടിയ പേരൻറ്റ്, അതായത് ജനറ്റിക്കലി അൺനോൺ ആയിട്ടുള്ള പേരൻറ്റ് ഹോമോസൈഗസ് കണ്ടീഷനാണോ ഹെട്രോസൈഗസ് കണ്ടീഷനാണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ടെസ്റ്റ് ക്രോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. നമ്മൾ ഈ പ്ലാന്റ് എടുത്തുകൊണ്ട്, ഒരു പേരൻറ്റ് പ്ലാന്റ് എടുത്തുകൊണ്ട് ഒരു ടെസ്റ്റ് ക്രോസ് നടത്തി അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാണ് നമ്മൾ നടത്താൻ പോകുന്ന ആദ്യത്തെ ക്രോസ്. നോക്കിക്കോളാം. നമുക്ക് ആദ്യം ഹോമോസൈഗസ് കണ്ടീഷൻ വെച്ച് ചെയ്യാം. ഓക്കെ, ടാളിൻ്റെ ഹോമോസൈഗസ് കണ്ടീഷൻ ആണല്ലോ ക്യാപിറ്റൽ ടി അല്ലേ? ഞാൻ എന്താ പറഞ്ഞേ? ഈ ജനറ്റിക്കലി അൺനോൺ പേരൻറ്റിൻ്റെ അതേ സ്പീഷീസിനകത്ത് ഉൾപ്പെടുന്ന ഓർഗാനിസം അല്ലെങ്കിൽ പ്ലാന്റുമായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് റെസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ക്രോസ് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ക്യാപിറ്റൽ ടി ആണെങ്കിൽ ടാളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ മെൻഡലിൻ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ടാളിൻ്റെ കംപ്ലീറ്റ് റെസസീവ്നെസ് ഏതാ? ഡാർഫ. സോ ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മാൾ ടി.
ചെയ്തു നോക്കാം. നമ്മളത് പഠിച്ചാണല്ലോ. സോ ഇത് അന്ന് എഴുതിയ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു, ജനറ്റിക്സിനെ കുറിച്ച് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ ഘട്ടം ഗ്യാമേറ്റിക് ഫോർമേഷൻ ആണ്. ഇവിടെ വ്യത്യാസമൊന്നും കിട്ടണ്ട. നെക്സ്റ്റ് വൺ ഈസ് കാൾഡ് ഗ്യാമേറ്റിക് ഫോർമേഷൻ. ഗ്യാമേറ്റ് ഇത് കിട്ടും. ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റാണ്. ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റ്. ഒരു ടി കൺസിഡർ ചെയ്താലും മതി. ഡാർക്ക് പ്ലാന്റിനോ സ്മാൾ ടി ഒരു ഗ്യാമേറ്റ്, സ്മാൾ ടി ഒരു ഗ്യാമേറ്റ് ആണേ. നമ്മളന്ന് പറഞ്ഞത് ഡിസ്കസ് ചെയ്തതാണ്. ക്രോസിംഗ് നടത്താൻ, മാത്തമാറ്റിക്കലായിട്ട് ക്രോസിംഗ് നടത്താൻ വേണ്ടി നമ്മൾ സ്ക്വയർ യൂസ് ചെയ്യും, ഒരു ചെക്കർ ബോർഡ് യൂസ് ചെയ്യും. എന്താ പേര്? പണറ്റ് സ്ക്വയർ. ഓക്കെ, കണ്ടേ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇതാ ക്യാപിറ്റൽ ടി, ഒന്ന് മെയിൽ ഗ്യാമേറ്റ് ഒന്ന് ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഓക്കെ. ഒരു ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ഇത് രണ്ട് സ്മാൾ ടി, സ്മാൾ ടി ഗ്യാമേറ്റ് ആണ്. ഓക്കെ, ഫ്യൂസ് ചെയ്യിപ്പിക്കാം. ക്യാപിറ്റൽ ടി, സ്മാൾ ടി അല്ലേ, ക്യാപിറ്റൽ ടി, സ്മാൾ ടി, ക്യാപിറ്റൽ ടി, സ്മാൾ ടി, ക്യാപിറ്റൽ ടി, സ്മാൾ ടി. ഇതൊരു പ്ലാന്റ് ടാൾ, 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 ടാൾ. എന്താ അർത്ഥം? ഒരു ഹോമോസൈഗസ് ഡോമിനന്റ് പ്ലാന്റിനെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ റെസസീവ് പേര്, കംപ്ലീറ്റ് റെസസീവ് പേരിനുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ F1 ജനറേഷനിൽ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ കിട്ടുന്ന എല്ലാ പ്ലാന്റ്സുകളും എന്ത് തന്നെയായിരിക്കും? ഡോമിനന്റ് ക്യാരക്ടറുള്ള പ്ലാന്റ്സുകൾ മാത്രമായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും റെസസീവ് ക്യാരക്ടർ അപ്പിയറായിട്ട് നമ്മൾ കണ്ടെത്തിയോ? ഇല്ല. സോ F1 കിട്ടിയ പ്ലാന്റിന് അപ്പോൾ ഡീനോടൈപ്പ് എന്തായിരിക്കും? അതൊരു ഹോമോസൈഗസ് കംപ്ലീറ്റ് ഡോമിനന്റ് പ്ലാന്റ് ആയിരിക്കും. ഈ ക്രോസ് വഴി കണ്ടെത്തി. അപ്പോൾ നമുക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാന്റിനെ നമ്മൾ റെസസീവ് പേരിനുമായിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അടുത്ത പ്രോജനിയിൽ കിട്ടുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ഡോമിനൻസ് ഉള്ള അല്ലെങ്കിൽ ഡോമിനന്റ് ക്യാരക്ടർ ഉള്ള ഓസ്പ്രിങ്സുകളാണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് പ്ലാന്റ് ഈസ് കോൾഡ് ഹോമോസൈഗസ് കണ്ടീഷൻ. തിരിച്ചും ചെയ്ത് നോക്കി. ടാൾ പ്ലാന്റ് നമ്മൾ മറ്റേ രീതിയിൽ എക്സ്പ്രസ് ചെയ്തല്ലോ. എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി, സ്മാൾ ടി. ഓക്കെ, ഇത് മായ്ച്ചാൽ മതി. ടാൾ പ്ലാന്റ് നമ്മൾ മറ്റൊരു രീതി എക്സ്പ്രസ് ചെയ്യുന്ന ക്യാപിറ്റൽ ടി, സ്മാൾ ടി ആണേ. ഇതിനെ നമുക്ക് ക്രോസിന് വിധേയമാക്കാം. ഇതെന്ത് കണ്ടീഷനാ? ഹെട്രോസൈഗസ് കണ്ടീഷൻ. സോ നമുക്കൊരു ടാൾ പ്ലാന്റ് കിട്ടി. ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ അറിയത്തില്ല. സോ കിട്ടിയ ആ ജീനോടൈപ്പിക് പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് വിധേയമാക്കുന്നു. ആരുമായിട്ട്? കംപ്ലീറ്റ് റെസിസ്റ്റീവുള്ള ഡാർക്ക് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. എഴുതാം നമുക്ക് സ്മാൾ ടി, സ്മാൾ ടി. ഗ്യാമേറ്റ് ഫോം സിക്ക് അറിയാമല്ലോ. അടുത്ത ഘട്ടത്തിൽ എന്താണ്? ക്യാപിറ്റൽ ടി ഒരു ഗ്യാമേറ്റ്, പിന്നെ സ്മാൾ ടി ഒരു ഗ്യാമേറ്റ് ഇൻറ്റു സ്മാൾ ടി ഒരു ഗ്യാമേറ്റ്, സ്മാൾ ടി ഒരു ഗ്യാമേറ്റ്. ഞാൻ രണ്ട് കളർ യൂസ് ചെയ്യുന്നേ ഇവിടെ. നമ്മൾ മുൻപ് ചെയ്തതിൻ്റെ തൊട്ട് പണറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക, ചെക്കർ ബോർഡ് യൂസ് ചെയ്യുക. നോക്കാം നമുക്ക് ഇതാ ചെക്കർ ബോർഡ് യൂസ് ചെയ്യും. നോക്കാം. ഇത് ക്യാപിറ്റൽ ടി, സ്മാൾ ടി. ഓക്കെ, ഇത് ഡാർക്ക് പ്ലാന്റിന്റെ സീക്വൻസ് ഏതൊക്കെയാ? സ്മാൾ ടി, സ്മാൾ ടി ഇവിടെ എഴുതി. ഫ്യൂസ് ചെയ്യിപ്പിക്കുക. എന്ത് കിട്ടും ഇവിടെ? ക്യാപിറ്റൽ ടി, പറഞ്ഞോ, സ്മാൾ ടി. ഇത് ഫ്യൂസ് ചെയ്യുമ്പോഴോ സ്മാൾ ടി, സ്മാൾ ടി. ഇത് ഫ്യൂസ് ചെയ്യുമ്പോഴോ ഇത് ഇടും. ഓക്കെ,
ക്യാപിറ്റൽ ടി സ്മാൾ ടി. ഇനി ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴോ സ്മാൾ ടി സ്മാൾ ടി. ഓക്കെ, ഇതെന്തൊരു പിള്ളേർ ക്യാപിറ്റൽ ടി സ്മാൾ ടി? യെസ്, ഇത് ടാൾ ആണല്ലോ. ഇതോ ക്യാപിറ്റൽ സ്മാൾ ടിയോ? ഈസ് ആൾസോ ടാൾ. ഇവിടോ കംപ്ലീറ്റ് റെസസീവ്നെസ് ആണ് അല്ലേ? സോ ഇതൊരു പ്ലാന്റ് ഡാർഫ്, പൊക്കം കുറഞ്ഞ പ്ലാന്റ്. ഇതോ ഈസ് ആൾസോ ഡാർഫ്. ഡാർഫ്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആ പ്രോജനി F1 ജനറേഷനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ്റെ പ്രോജനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 25% ടാൾ, 25% ഡാർഫ്, വീണ്ടും 25% ടാൾ, 25% ഡാർഫ്. കൂട്ടാം, ചുരുക്കാം. എങ്ങനെ കിട്ടി? 50% പ്ലാന്റുകളും എന്തൊരു പ്ലാന്റുകളായിരിക്കും? ടാൾ പ്ലാന്റുകളായിരിക്കും. ശരിയല്ലേ? ബാക്കി 50% പ്ലാന്റ്സുകൾ എന്തൊരു പ്ലാന്റ്സുകളായിരിക്കും? ഡാർക്ക് പ്ലാന്റ്സുകളായിരിക്കും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോസ് നടത്തുന്ന അൺനോൺ ഫീനോടൈപ്പുള്ള പ്ലാന്റ് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ ലഭിക്കുന്ന പ്രോജനിക്കകത്ത് F1 പ്രോജനിക്കകത്ത് 50% പ്ലാന്റ്സുകൾ ഡോമിനന്റ് ക്യാരക്ടറെ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളും 50% പ്ലാന്റ്സുകൾ റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന പ്ലാന്റ്സുകളായിരിക്കും. സോ റേഷ്യോ എത്ര ആയിരിക്കും? സോ ദിസ് റേഷ്യോ ഈസ് 1:1. അപ്പോൾ മനസ്സിലാക്കാണല്ലോ ടെസ്റ്റ് ക്രോസിന്റെ ഗുണം. എന്താ ഗുണം? തന്നിരിക്കുന്ന പ്ലാന്റിന് ഹോമോസൈഗസ് ആണോ അല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ തന്നിരിക്കുന്ന പ്ലാന്റ് ഒരു കംപ്ലീറ്റ് ഹോമോസൈഗസ് ഡോമിനന്റ് പ്ലാന്റ് ആണെങ്കിൽ അടുത്ത പ്രോജനിക്കകത്തുണ്ടാകുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ ആ ഡോമിനന്റ് ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. അത്തരം പ്ലാന്റ്സുകൾ മാത്രമേ അല്ലെങ്കിൽ ഓർഗാനിസംസ് മാത്രമേ ഫോം ചെയ്യാറുള്ളൂ. മറിച്ച് തന്നിരിക്കുന്ന പ്ലാന്റ് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ അടുത്ത ജനറേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 50% പ്ലാന്റ്സുകളും ഡോമിനന്റ് ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന പ്ലാന്റ്സുകളും ബാക്കി 50% പ്ലാന്റ്സുകൾ റെസസീവ് ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളും ഫോം ചെയ്യും. സോ റേഷ്യോ 1:1 ആയിരിക്കും. ഇതാണ് ആഡ് അഡ്വാൻറ്റേജ്, ടെസ്റ്റ് ക്രോസിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഇതേപോലെ വേണമെങ്കിൽ 2 ക്യാരക്ടറിനെ ഒരു സമയത്ത് എടുത്തുകൊണ്ട് ടെസ്റ്റ് ക്രോസ് റിസൾട്ട് നടത്തി ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. 2 ക്യാരക്ടറെ ഒരു സമയത്ത് ക്രോസ് ചെയ്യുക. ഞാൻ എന്തായാലും 2 ക്യാരക്ടറെ ക്രോസ് ചെയ്ത് നടത്തുന്നത് ചെയ്യാല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു സ്വഭാവത്തെ വെച്ച് ചില ക്രോസ് ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ക്യാരക്ടറെ ഒരു സമയത്ത് എടുത്തുകൊണ്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കാം. ഓക്കെ, അതൊക്കെ ചെയ്തു നോക്കാം. ഇനി 2 ക്യാരക്ടർ ഒരു സമയത്ത് എടുത്തുകൊണ്ട് ഒരു ടെസ്റ്റ് ക്രോസ് മെക്കാനിസം നടത്തി ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഞാനൊരു ക്യാരക്ടർ എടുക്കാം. ഏതൊക്കെയാ? ടാൾ യെല്ലോ ഇൻറ്റു, ഇതാണ് നമ്മൾ ഇതിൻ്റെ ജീനോടൈപ്പ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് ഫീനോടൈപ്പിക് എക്സ്പ്രഷൻ ആണ്. ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റെസസീവ് പേരിനോട് ക്ലോസ് ചെയ്യണം. ആരാ ഇതിൻ്റെ റെസസീവ്? ടാൾ ആണെങ്കിൽ പഠിച്ചാണല്ലോ, ഡാർഫ് ഗ്രീൻ. അപ്പോൾ ടാൾ എല്ലാം നമ്മൾ എങ്ങനെയൊക്കെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്ത്? എങ്ങനെയൊക്കെയാ ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ എന്ന് എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി, ഓക്കെ, ക്യാപിറ്റൽ വൈ സ്മാൾ വൈ എന്നും റെപ്രസെന്റ് ചെയ്യും. തന്നിരിക്കുന്ന ടാൾ യെല്ലോ പ്ലാന്റിന്റെ ജനറ്റിക് സീക്വൻസ് അഥവാ അലീലിക് സീക്വൻസുകൾ ക്യാപിറ്റൽ വൈ ആണോ അതോ ക്യാപിറ്റൽ ടി സ്മാൾ വൈ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ക്രോസ് വഴി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകും. ഇത് ഹെട്രോസൈഗസ് കണ്ടീഷൻ വെച്ചായിരിക്കും ഞാനിവിടെ ക്രോസ് നടത്തുക.
ഒരു വർക്കെന്ന രീതിയിൽ ഹോമോസൈഗസ് കണ്ടീഷൻ വെച്ച് നിങ്ങൾ തന്നെ നടത്തുക. അറിയാലോ, ഹോമോസൈഗസ് കണ്ടീഷൻ വെച്ച് നടത്തി കഴിഞ്ഞാൽ ഫോം ചെയ്യപ്പെടുന്ന പ്ലാന്റുകളുടെ ക്യാരക്ടർ എന്തായിരിക്കും അറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്ക് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എടുക്കുക. തെറ്റാതിരിക്കാൻ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. സൈഡിൽ എന്താണോ എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ. സോ അടുത്തത് ഇതിലെ ജീനോടൈപ്പിക് എക്സ്പ്രഷൻ, ജീനോടൈപ്പ്. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ വിചാരിക്കുന്നു ഈ പ്ലാന്റ് ഹെറ്ററോസൈഗസ് ആണ് എന്ന കൺസിഡറേഷൻ വെച്ച് ഞാൻ ക്ലോസ് നടത്തുക. അപ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ടാളിന് വേണ്ടി ക്യാപിറ്റൽ ടി, ഒരു കളർ യൂസ് ചെയ്യുകയാണ്, സ്മാൾ ടി, ക്യാപിറ്റൽ വൈ, സ്മാൾ വൈ. പ്ലാന്റിന് വേണ്ടിയോ ഇൻറ്റു സ്മാൾ ടി, സ്മാൾ ടി, സ്മാൾ ടി, സ്മാൾ ടി, സ്മാൾ വൈ, സ്മാൾ. ഓക്കെ, നെക്സ്റ്റ് വൺ gamete. Gamete formation എങ്ങനെയാണെന്ന് നമ്മൾ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഗാമറ്റ് ഫോർമേഷൻ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ നോക്കി, ഇത് ഒന്നാമത്തെ ഗ്യാമറ്റ്, ഇത് രണ്ടാമത്തെ ഗ്യാമറ്റ്, ഇത് മൂന്നാമത്തെ ഗ്യാമറ്റ്, ഇത് നാലാമത്തെ ഗ്യാമറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് എല്ലാം നടത്തിയ സമയത്ത് നമ്മൾ ഈ മെക്കാനിസം ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ 4 ടൈപ്പുള്ള ഗ്യാമറ്റ്സ് ഫോംസ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമറ്റ്, ഓക്കെ, ക്യാപിറ്റൽ ടി സ്മാൾ വൈ രണ്ടാമത്തെ ഗ്യാമേറ്റ്, സ്മാൾ ടി ക്യാപിറ്റൽ വൈ മൂന്നാമത്തെ ഗ്യാമേറ്റ്, പിന്നെ സ്മാൾ ടി സ്മാൾ വൈ നാലാമത്തെ ഗ്യാമേറ്റ്. ഇൻറ്റു ഇവിടോ മിയോസിസ് നടത്തിയാൽ മതി. എന്നിട്ട് ഒരു ടൈപ്പ് ഏതാ? സ്മാൾ ടി സ്മാൾ വൈ പോരെ. ക്രോസിംഗ് നടത്തുക. വായിക്കോണേ, ക്രോസിംഗ് നടത്താം. നമുക്ക് എങ്ങനെ ക്രോസിംഗ് നടത്താം? ഈ ഗ്യാമറ്റ് ഒന്ന് എഴുതി നോക്കി. ആദ്യം സ്ക്വയർ യൂസ് ചെയ്യാം, പണ്ടിന് സ്ക്വയർ യൂസ് ചെയ്യാം. ഇതാ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഏതാ കിട്ടിയേ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമേറ്റ്, ക്യാപിറ്റൽ ടി സ്മാൾ വൈ രണ്ടാമത്തെ ഗ്യാമേറ്റ്, സ്മാൾ ടി ക്യാപിറ്റൽ വൈ മൂന്നാമത്തെ ഗ്യാമേറ്റ്, സ്മാൾ ടി സ്മാൾ വൈ നാലാമത്തെ ഗ്യാമേറ്റ്. ഇല്ലേ? ഇവിടോ സ്മാൾ ടി സ്മാൾ വൈ യൂസ് ചെയ്യിപ്പിച്ചോളൂ. ചെയ്ത് പറഞ്ഞേ. ക്യാപിറ്റൽ ടി സ്മാൾ ടി ക്യാപിറ്റൽ വൈ സ്മാൾ വൈ, ശരിയല്ലേ? അടുത്ത് പറഞ്ഞേ. ക്യാപിറ്റൽ ടി സ്മാൾ ടി സ്മാൾ വൈ സ്മാൾ വൈ. അടുത്ത് പറഞ്ഞേ. സ്മാൾ ടി ക്യാപിറ്റൽ വൈ സ്മാൾ വൈ. ഓക്കെ, അടുത്ത് പറഞ്ഞേ. സ്മാൾ ടി സ്മാൾ വൈ സ്മാൾ വൈ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ജെഡ് എക്സ്പ്രഷൻ എഴുതി നോക്കാം. സോറി, ഫിസിക്കൽ അപ്പിയറൻസ് എഴുതി നോക്കാം. ക്യാപിറ്റൽ ടി സ്മാൾ ടി ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ആണെങ്കിൽ ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് പ്ലാന്റ് ടാൾ, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ, ഇല്ലേ? ഇവിടെ ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് പ്ലാന്റ് ടാൾ, സ്മാൾ വൈ ഉള്ളതുകൊണ്ട് ഗ്രീൻ. ക്യാപിറ്റൽ ടി ഇല്ല, സോ പ്ലാന്റ് ഡാർക്ക്, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ. കംപ്ലീറ്റ് പ്രോസസ് ആയല്ലോ. എന്താണ്? ഡാർക്ക് ഗ്രീൻ. സോ ഇവിടെ F2 ജനറേഷൻ അതായത് F1 ജനറേഷൻ അടുത്ത പ്രോജനിക്കകത്ത് 25% ടാൾ യെല്ലോ, 25% ടാൾ ഗ്രീൻ, 25% ഡാർക്ക് യെല്ലോ, 25% ഡാർക്ക് ഗ്രീൻ. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിങ്ങിനുള്ള അൺനോൺ ജീനോടൈപ്പ് ഉള്ള ഒരു ഓർഗാനിസത്തെ ആണെന്ന് ചെക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അടുത്ത പ്രോജനിലെ റേഷ്യോ എന്തായിരിക്കും? 1:1:1
1:1 ആയിരിക്കും. ശരിയല്ലേ? തൊട്ടുമുമ്പ് നമ്മൾ ഒരു സ്വഭാവം വെച്ച് മോണോഹൈബ്രിഡ് ക്രോസ് നടത്തി ഒരു ഹെട്രോസൈഗസ് ഫീനോടൈപ്പ് ഉള്ള പേരന്റിനെ ഒരു റെസസീവ് ഓർഗാനിസമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് 50% ഡോമിനന്റും 50% റെസസീവ് കിട്ടി. സോ റേഷ്യോ 1:1 ആയിരുന്നു. ഇവിടെയോ മറിച്ച് ഡൈഹൈബ്രിഡ് ക്രോസിൽ നടത്തുന്ന സമയത്ത് അൺനോൺ ജീനോടൈപ്പ് ഉള്ള ഒരു ഹെട്രോസൈഗസ് ഇൻഡിവിഡൽ എടുക്കുന്നെങ്കിൽ റേഷ്യോ ഇതായിരിക്കും. എത്ര? 25% ഇവിടെ കിട്ടിയിരിക്കുന്ന ടാളെല്ലോ, 25% ടാൾ ഗ്രീൻ, 25% ഡാർക്ക് യെല്ലോ, 25% ഡാർക്ക് ഗ്രീൻ. റേഷ്യോ എത്രയായിരിക്കും? 1:1:1:1 ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഞാൻ എടുത്ത പേരന്റിന്റെ ഫീനോടൈപ്പ് അറിഞ്ഞുകൊണ്ട് ജീനോടൈപ്പ് അറിഞ്ഞുകൊണ്ട് എന്തായിരുന്നു ക്യാപിറ്റൽ ടി സ്മാൾ ടി ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ഉപയോഗിച്ച് ചെയ്തത്. നിങ്ങൾ ഇതേ പ്ലാന്റിനെ ഏതെങ്കിലും ടാൾ യെല്ലോ പ്ലാന്റിനെ ഇതേപോലെ ടെസ്റ്റ് വിധേയമാക്കണം. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് വിധേയമാക്കുമ്പോൾ എടുക്കുന്ന ജനറ്റിക് എക്സ്പ്രഷൻ അഥവാ അല്ലെങ്കിൽ സീക്വൻസ് എന്തായിരിക്കണം? ഇതല്ല, കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരിക്കും. അതൊക്കെയാ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ അങ്ങനെ വന്നൂടെ? സോ അതിനെ നിങ്ങൾ ആരുമായിട്ട് ക്രോസ് ചെയ്യണം? ഡാർക്ക് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്ത് ഒരു F2 ജനറേഷൻ ഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ടാസ്ക്കാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ എടുത്തിരിക്കുന്ന അൺനോൺ പേരന്റിന്റെ ജീനോടൈപ്പ് ഹെട്രോസിഗസ് എന്ന കണ്ടീഷനാണ് ഞാനിവിടെ ക്രോസിംഗ് വിധേയമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എടുക്കുന്ന പേരന്റിനെ ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാം ഡോമിനിക്കേറ്റർ ആയിരിക്കണം, ജീനായിരിക്കണം, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ അതല്ല. ഓക്കെ, അങ്ങനെ എടുത്തുകൊണ്ട് അതിനെ ആര് റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ടെസ്റ്റ് ക്രോസിന് ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ശരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. എന്താ കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഓർഗാനിസത്തെ തന്നു കഴിഞ്ഞാൽ, ഒരു അൺനോൺ ജീനോടൈപ്പുള്ള ഒരു ഓർഗാനിസം തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗാനിസത്തിൻ്റെ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്ത് ആ തന്നിരിക്കുന്ന പേരന്റിന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന അൺനോൺ ഓർഗാനിസത്തിന്റെ ജനറ്റിക് സീക്വൻസ് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് ക്രോസ് വഴി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞേ വാട്ട് ഈസ് ടെസ്റ്റ് ക്രോസ്? ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് ക്രോസ് ബിറ്റ്വീൻ ഹൈബ്രിഡ് ഓർഗാനിസം ആൻഡ് റെസസീവ് പേരന്റ്. അല്ലേ? ഒരു ഹൈബ്രിഡ് പേരന്റിനെ ഒരു റെസസീവ് ഓർഗാനിസമായിട്ട് ക്രോസ് ചെയ്യും. അതുകൊണ്ടാണ് മെന്റൽ ഉപയോഗിച്ചത് ഡോമിനന്റ് ഫീനോടൈപ്പ് ഇൻറ്റു റെസസീവ് പേരന്റ് ഈസ് ആൾസോ കാൾഡ് ടെസ്റ്റ് ക്രോസ്. ഇതാണ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ, ഇതേപോലൊരു ക്രോസ് ഉണ്ട്, ബാക്ക് ക്രോസ് എന്ന് പറയും. ടെസ്റ്റ് ക്രോസിൽ നമ്മൾ ഓർഗാനിസത്തെ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്തു. ബാക്ക് ക്രോസിലോ ആ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരന്റുമായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കാം. ഇപ്പം ടാളിനെ റെപ്രസെന്റ് ടാൾ പ്ലാൻ എടുത്തു കഴിഞ്ഞു, അത് ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്തോ ആയിക്കോട്ടെ, ആ പ്ലാനിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരന്റുമായിട്ട് ക്രോസ് ചെയ്താൽ ദാറ്റ്സ് കാൾഡ് ബാക്ക് ക്രോസ്. ഞാൻ എഴുതിയിടാം, മനസ്സിലാവുന്ന നോക്ക്. ഓക്കെ, ടാൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് ഹോമോസൈഗസ് ആയിട്ട് ക്യാപിറ്റൽ ടി റെപ്രസെന്റ് ചെയ്തു. പിന്നെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മാൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് പേര്. ഇതിന് നമ്മൾ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്ത് ടെസ്റ്റ് ക്രോസ്. ഇനി ഈ പ്ലാന്റിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരന്റുമായിട്ട് ക്രോസ് ചെയ്യും. അതാരാ? ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടുത്തെ പേരന്റ് ആയിരിക്കുക ടാളാവാം അല്ലെങ്കിൽ ഡാർഫ് ആവാം. ഈ ജനറ്റിക് സീക്വൻസുകളെ നിങ്ങൾ ഒന്നുകിൽ ടാളുമായിട്ട് ക്രോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡാർഫുമായിട്ട് ക്രോസ് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയും ബാക്ക് ക്രോസ് എന്ന് പറയും. അതാണ് പറഞ്ഞേ, ഒരു ഹൈബ്രിഡ് ഓർഗാനിസത്തെ ഇഷ്ടമുള്ള പേരന്റുമായിട്ട് ക്രോസ് ചെയ്താൽ അത് ബാക്ക് ക്രോസും, ഹൈബ്രിഡ് ഓർഗാനിസത്തെ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്, ആൾ ടെസ്റ്റ് ക്രോസ് ആർ ബാക്ക് ക്രോസ് ബട്ട് ചിന്തിച്ചു നോക്കിയേ, ആൾ ടെസ്റ്റ് ക്രോസ് ആർ ബാക്ക് ക്രോസ് ബട്ട് യെസ് ആൾ ബാക്ക് ക്രോസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ്. എന്താ കാര്യം പറയാൻ കാര്യം? ടെസ്റ്റ് ക്രോസിനകത്ത് ഹൈബ്രിഡ് ഓർഗാനിസം റെസസീവ് പേരന്റുമായിട്ട് മാത്രമാണ് ക്രോസിങ്ങിന് വിധേയമാക്കുക. പക്ഷേ ബാക്ക് ക്രോസിലോ കിട്ടുന്ന ഹൈബ്രിഡിനെ അല്ലെങ്കിൽ F1 ഓർഗാനിസത്തെ ആയിക്കോട്ടെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള പേരന്റുമായിട്ട് ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ബാക്ക് ക്രോസ് കിട്ടും. അപ്പോൾ നമ്മൾ ബാക്ക് ക്രോസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താ നമ്മൾ നടത്തിയിരിക്കുന്ന ടെസ്റ്റ് ക്രോസ് എന്തുകൂടിയാണ്? ബാക്ക് ക്രോസ് കൂടിയാണ്. എന്താ കാര്യം? ഇഷ്ടമുള്ള പേരന്റ് ഞാൻ റെസസീവ് പേരന്റ് എടുത്തത്, സോ ഇറ്റ് ഈസ് കാൾഡ് ബാക്ക് ക്രോസ്. ടെസ്റ്റ് ക്രോസിനെ അപേക്ഷിച്ച് ബാക്ക് ക്രോസിന് കുറേ സിഗ്നിഫിക്കൻസുകൾ ജനറ്റിക്സ് ഇവരെ പറഞ്ഞു നിർത്തിയത്. ഒന്ന്, നമ്മൾ ബാക്ക് ക്രോസുകൾ ഹോർട്ടിക്കൾച്ചറിനകത്ത്
ആനിമൽ ബ്രീഡിങ്ങിനകത്ത് നോക്കൗട്ട് ഓർഗാനിസത്തെ ഫോം ചെയ്യിക്കാൻ ഒക്കെ നമ്മൾ ബാക്ക് ക്രോസ് യൂസ് ചെയ്യുന്നുണ്ട്. കേട്ടോ നിങ്ങൾ നോക്കൗട്ട് മൗസൊക്കെ, നോക്കൗട്ട് മൗസ് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മൈസാണ് നോക്കൗട്ട് മൈസ്. വാക്സിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കെമിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ ഡിസീസുകൾ, ഒരുപാട് ഡിസീസുകളെ ക്യാരക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ്, പിന്നെ ഹാർട്ട് അറ്റാക്ക്, പിന്നെ ഇതല്ലേ, പിന്നെ ഡയബറ്റീസ്, ഇത്തരം ഡിസീസുകളുടെയും മറ്റ് ക്യാരക്ടറുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് കേസിൽ ബാക്ക് ക്രോസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ക്രോസിന് ഒരു പ്രധാന യൂസാണ് ഹോർട്ടിക്കൾച്ചറിൽ, ആനിമൽ ബ്രീഡിങ്ങിൽ, പിന്നെ നോക്കൗട്ട് ഓർഗാനിസത്തെ ഫോം ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് ബാക്ക് ക്രോസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എലൈറ്റ് ജീനോടൈപ്പുകളെ അതേപടി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. എനിക്കിവിടെ കൂടുതൽ കടക്കുന്നില്ല ഞാൻ. ഇതോടൊപ്പം മറ്റൊരു ഗുണം കൂടെ ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ നിന്നും നമുക്ക് ആവശ്യമില്ലാത്ത സെർട്ടൺ ക്യാരക്ടേഴ്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്ക് ക്രോസ് യൂസ് ചെയ്യും. ഇറ്റ്സ് ഐസൊലേഷൻ ഓഫ് സെർട്ടൺ ക്യാരക്ടേഴ്സ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതുകൊണ്ടാണ് ബാക്ക് ക്രോസ് നമ്മൾ അറിയപ്പെടുന്നത് ഇറ്റ് ഇസ് കാൾഡ് ടോപ്പ് ക്രോസ് എന്ന് അറിയപ്പെടുക. വൈ ബാക്ക് ക്രോസ് കാൾഡ് ടോപ്പ് ക്രോസ്? ആവശ്യമില്ലാത്ത ചില ക്യാരക്ടേഴ്സിനെ ഒരു ഗ്രൂപ്പിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ബാക്ക് ക്രോസ് ഉപയോഗിക്കുന്നത്. അത് പറയുമ്പോഴൊരു ലിമിറ്റേഷൻ ഉണ്ട്. ദ ലിമിറ്റേഷൻസ്, നമ്മൾ അൺഡിസൈറബിൾ ജീൻസുകളെയാണ് ബാക്ക് ക്രോസ് വഴി നീക്കം ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും അൺഡിസൈഡ് ജീൻസുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗപ്രദമായ ഡിസൈഡ് ജീൻസുകളുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ദാറ്റ്സ് എ മെയിൻ ലിമിറ്റേഷൻ ഓഫ് ബാക്ക് ക്രോസ്. ഒരുമിച്ച് അൺഡിസൈഡ് ജീൻസുകളെ മൊത്തത്തോടെ നീക്കം ചെയ്യാൻ വെച്ചാൽ നടക്കത്തില്ല. കാര്യം എന്താ? പലപ്പോഴും അൺഡിസൈഡ് ജീൻസുകൾ ഡിസൈഡ് ജീൻസുമായിട്ട് മിങ്കിൾ ആയിരിക്കും. അതൊരു ബാക്ക് ക്രോസിൻ്റെ ലിമിറ്റേഷനാണ്. നമ്മൾ ഈ പറഞ്ഞ ഹോർട്ടിക്കൾച്ചറിൽ, ആനിമൽ ബ്രീഡിങ്ങിൽ, നോക്കൗട്ട് ഓർഗാനിസത്തിൻ്റെ ഫോർമേഷന്, പിന്നെ എലൈറ്റ് ജീനോടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും, പിന്നെ ആവശ്യമില്ലാത്ത ക്യാരക്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ബാക്ക് ക്രോസ് യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ലിമിറ്റേഷൻ ഉണ്ട് ബാക്ക് ക്രോസിന്. എന്താ ലിമിറ്റേഷൻ? ഇതാ ലിമിറ്റേഷൻ. എന്താ? അൺഡിസൈഡ് ജീൻസുകൾ ഡിസൈഡ് ജീൻസുകളുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അൺഡിസൈഡ് ജീൻസുകളെ ബാക്ക് ക്രോസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നീക്കം ചെയ്യാൻ പറ്റില്ല. ഇനിയും ലിമിറ്റേഷനുകളുണ്ട്. ഒന്നല്ല അതിലുണ്ട്. റീകോമ്പിനൻ്റ് ഓർഗാനിസത്തിനെ ബാക്ക് ക്രോസ് വഴി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് ട്രെയ്റ്റ്സ് ഉള്ള ഓർഗാനിസത്തിൻ്റെ കേസിൽ പാടാണ്. എന്നിരുന്നാലും ഒരു ഡോമിനൻ്റ് ജീനുകളോ റെസസീവ് ജീൻസുകളോ ഒരു ജനറേഷൻ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം ബാക്ക് ക്രോസ് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ബാക്ക് ക്രോസ് ഏറ്റവും വലിയ സിഗ്നന്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ട്രാൻസ്ഫറിങ് ഡോമിനൻ്റ് ഓർ റെസസീവ് ജീൻസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അത് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ക്രോസ് ഏതാണ്? ബാക്ക് ക്രോസാണ്. ഞാൻ മൊത്തം കൺസൾട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും പറഞ്ഞെങ്കിലും ഒന്ന് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ് അല്ലെങ്കിലും ഒരു കിട്ടുന്ന അൺനോൺ ജീനോടൈപ്പുള്ള ഓർഗാനിസത്തെ ഒരു റെസസീവ് പേരിന് വേണ്ടി ക്രോസ് ചെയ്യുന്ന മെക്കാനിസമാണ് ടെസ്റ്റ് ക്രോസ്. ഒരു അൺനോൺ ജീനോടൈപ്പുള്ള ഓർഗാനിസത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിന് വേണ്ടി ക്രോസ് ചെയ്യുന്ന മെക്കാനിസമാണ് ബാക്ക് ക്രോസ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസുകളാണ്, എന്നാൽ എല്ലാ ബാക്ക് ക്രോസും എന്തല്ല? ടെസ്റ്റ് ക്രോസ് അല്ല. ആ ടെസ്റ്റ് ക്രോസ് ആർ ബാക്ക് ക്രോസ്, ബട്ട് ആൾ ബാക്ക് ക്രോസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസ്. നിങ്ങൾക്കൊരു വർക്കൗട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ടെസ്റ്റ് ക്രോസിനകത്ത് ഡൈഹൈബ്രിഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് ഡൈഹൈബ്രിഡ് ക്യാരക്ടർ എടുത്തുകൊണ്ട് ഹോമോസൈഗസ് കണ്ടീഷനെ നിങ്ങൾ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, താങ്ക് യു.